ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെയും ഇന്നും കമൻസിന് മറുപടി നമ്മുടെ വശത്ത് നിന്നും നമുക്ക് എന്താണോ പറയാനുള്ളത് അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിൽ എന്താണ് കണ്ടന്റ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് കിട്ടുന്നൊരു കാര്യമാണ് നിങ്ങളുടെ വീഡിയോ കണ്ടു എന്നല്ല, നിങ്ങളുടെ വീഡിയോൻ്റെ കമൻറ്റ്സ് ഞങ്ങൾ പിന്നെ വായിച്ചിട്ടുണ്ട് എന്നാണ് മിക്ക ആൾക്കാരും ഞങ്ങളോട് പറയാറുള്ളത്. അപ്പോൾ ആ കമൻറ്റുകളൊക്കെ ഞങ്ങൾ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളെയും കൂടി ഒന്ന് അറിയിച്ചേക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് കമൻറ്റിന് മറുപടിയായിട്ട് ഞങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കമൻറ്റ് എന്ന് പറയുന്നത് ഒരു വൈറസാണ്, ഒരിക്കലും നിൽക്കൂല. അവരിടുന്നത് നിൽക്കൂല, ഞങ്ങൾ പറയുന്നത് നിൽക്കൂല. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം, കമൻറ്റിലേക്ക് പോകാം. ഇന്നലത്തെ 2 വീഡിയോസിന്റെ കമന്റ്സ് ആട്ടോ വായിക്കുന്നത്. ഫസ്റ്റ് വന്നത് ഒരു ലൈക്ക്, രണ്ടാമതും ലൈക്ക്, പിന്നെ സ്മൂൾ ബാഗ്സ് സിംഗർ ഷോ എല്ലാവരും ഇവളെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇതെല്ലാം സലീം കാക്കയും അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ്. കാക്ക ഗൾഫിലായിരിക്കുമ്പോൾ ലിവൾ വേലി ചാടുന്നുണ്ടോ എന്നറിയാൻ ലിവനെ ഏൽപ്പിച്ചിട്ട് പോയതാ. ലിവളെ നമ്മുടെ രാധയെ ലിവൻ നല്ലവനാ, പൊന്നു പോലെ നോക്കുന്നുണ്ട് ഇവളെ. അങ്ങനെയൊക്കെയുള്ളതാണ്, പൊന്നു പോലെ നോക്കുന്നുണ്ടല്ലോ. പിന്നെ പൊന്നിനൊക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ? നീ പറഞ്ഞ നട്ടലിന് ഉറപ്പില്ലാത്ത ഒരാങ്ങളെന്നല്ല ഞാനിവിടെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. പിന്നെ ജോലിക്ക് പോയിട്ട് കൊണ്ട് തരുന്നുണ്ട്, പൈസ എടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അതുമല്ല മുത്തേ, പണ്ടായിരുന്നു കേട്ടോ വേലിയൊക്കെ എല്ലാ വീട്ടിലും. ഇപ്പം അത് മെയിനായിട്ട് മനസ്സിലാക്കണം. മതിൽ ചാടേണ്ടേ ആവശ്യമില്ല, കാരണം ഗേറ്റ് വെച്ചിട്ടുണ്ട് മുമ്പ് തന്നെ. അപ്പോൾ ഗേറ്റ് ഇപ്പം ഞങ്ങൾ നിലവിൽ പൂട്ടാത്തത് കൊണ്ട് നമുക്ക് മതിൽ ചാടേണ്ട ഒരു സാഹചര്യവും വരുന്നുമില്ല. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഇടുന്നൊരു ശരിക്കുള്ള ഫേക്ക് ഐഡി അല്ലാണ്ട് നല്ല ഐഡിയയിൽ ഇടും കേട്ടോ. അടുത്ത് വന്ന് എന്തായാലും ഇവളിനി ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കില്ല. ഇവൾ എല്ലാത്തിന്റെയും രുചി അറിഞ്ഞു കഴിഞ്ഞു. ജസ്മോക്കുള്ളതാ. എല്ലാത്തിൻ്റെതും എന്ന് ഉദ്ദേശിച്ചത് എന്താണ് കവി എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഓൻ പറഞ്ഞൊരു കാര്യം സത്യമാണ്. ആരാണ് കമന്റ് അയച്ചത്? സ്മൂൾ ബാക്ക് സിംഗറിനോ? മോനെ, നീ പറഞ്ഞത് സത്യമാണ്. ഇനി ഏതായാലും ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കൂല. കാരണം എന്താണെന്നറിയോ? ആദ്യം എന്തെങ്കിലും വീഡിയോ വരുമ്പം കരയാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളായിരുന്നു. ഇപ്പോൾ കരയാൻ വേണ്ടിയിട്ടല്ല പഠിച്ചത്, തിരിച്ച് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് പറഞ്ഞാല് എന്താ, സാജിദ് കെ എൻ ചിറയിൽ പറയുന്ന അരുൺ എന്തേലും ജോലിക്ക് പോയിക്കൂടെ? ജോലിയുണ്ട്. ഇപ്പം ആദ്യം പ്രൈവറ്റിലായിരുന്നു, ഇപ്പൊ പ്രൈവറ്റിലായിരുന്നു എന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്സിലായിരുന്നു. ഇപ്പൊ KSRTCയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പിറകെ നടക്കാതെ, ഇതിന്റെ പിറകെ എപ്പോഴും നടക്കില്ല, ലീവ് ഉള്ളപ്പോൾ നടക്കാന്നല്ലാണ്ട് എപ്പോഴും നടക്കില്ലല്ലോ. ഇല്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് എന്റെ പുറകെ നടക്കുന്നത് പോണം നിങ്ങൾക്ക് തോന്നുന്നത്. ജിതേഷ് 920, എനിക്ക് ജസ്റ്റിനോടെ എന്താ വെളുത്ത ചന്തി നക്കി കൊടുക്കണം. വെളുത്തതാണോ കറുത്തതാണോ ജിതേഷ് വന്ന് നോക്കിനോ? ജിതേഷ് ചേട്ടാ കുറച്ച് കറുത്തതാ ജിതേഷ് ചേട്ടാ, അപ്പൊ വെളുത്തത് ജിതേഷ് ചേട്ടൻ. ജിതേഷിന്റെ ഐഡിയ ഞാൻ കാണിച്ചു കേട്ടോ. ഈ ജിതേഷ് എന്ന് പറഞ്ഞ വ്യക്തി സ്ഥിരമായിട്ട് സ്വന്തം വീട്ടിൽ, അതായത് നമ്മുടെ വീട്ടിൽ എന്താണോ നടക്കുന്നത് അത് പുറത്ത് വിടുന്ന ഒരു വ്യക്തിയാട്ടോ. അപ്പോൾ ജിതേഷിന്റെ ഐഡിയ കാണുന്നവർ കണ്ടോ? ജിതേഷ് 920 വെള്ള മറുപടി കൊടുത്തു. ജിതേഷ് ചേട്ടാ, എന്റേത് കറുത്ത ചന്തിയാണ്. ജിതേഷ് ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ജിതേഷ് ചേട്ടൻ്റെ അമ്മൻ്റെത് വെളുത്ത ചന്തിയായിരിക്കും. അപ്പൊ അത് ആദ്യം നിങ്ങൾ നക്കി പഠിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് നമ്മളെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം. ഈ ജിതേഷ് ഇങ്ങനെ കേട്ടോ കമന്റ് ഇടും, എന്നിട്ട് വാരി കോരിയിട്ട് തിരിച്ചു വാങ്ങും, എന്നിട്ട് ഫേക്ക് ഐഡി കൂടി ഉണ്ടാക്കുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡ് പോലും ഇല്ല കേട്ടോ ആ വ്യക്തിക്ക്. പിന്നെ ആയിഷ ഒരു ഹാർട്ട്, പിന്നെ ആമിസ് അടുക്കള ഒരു ഹാർട്ടിൻ്റെത്. ആമിസ് അടുക്കള
ഈ ആമീസ് അടുക്കളയാന്ന് തോന്നുന്നു ഏതോ ഒരു വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട്. ഇത് തന്നെയാണോ അത് എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് വ്യക്തമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യൂ. ഞാനത് നിങ്ങളുടെ പേജിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു കൊടുക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ കൂടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നുള്ളതൊരു അബ്ദുൾ ഹക്ക്. മാനസികം ആർക്കാണോന്നില്ല കേട്ടോ, മാനസികം എന്ന് മാത്രം. മൂപ്പർക്കാണോ എന്താന്നുള്ളത് അറിയില്ല. പിന്നെ വരുന്നത് സജ്ന. ഹായ് അല്ലട്ടാ, ഹായ് സജി ചേച്ചി, സജ്നത്താ. പിന്നെ അസ്മ KP, ഒരു സ്മൈല്. രഘു, ജസ്ന, അരുൺ, താത്ത, നിങ്ങളെ അന്വേഷിച്ച് കൊയിലാണ്ടിയിലേക്ക് വരണമെങ്കിൽ കാറിന്റെ പെട്രോൾ അടിക്കാനുള്ള കാശ് നിങ്ങൾ GPay ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്താക്കാനാ വരുന്ന പറഞ്ഞിങ്ങനെ വന്നാ ഞങ്ങൾ അയച്ചു കൊടുത്തു. പക്ഷെ വന്ന് കഴിഞ്ഞിട്ട് അയച്ചു കൊടുക്കും കേട്ടോ. ഇവിടെ എത്തിന്ന് അറിഞ്ഞാൽ മാത്രം. കാരണം മറ്റേത് ഇപ്പൊ തന്നെ എന്നെ കേസ് കൊടുക്കാൻ വേണ്ടിട്ട് GPay നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്രോൾ അടിക്കാൻ പൈസ എടുത്തിട്ട് തെറിത്താത്തന്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജസ്നയെയും അരുണിനെയും കാണാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്രോൾ അടിക്കാൻ നിങ്ങൾ കഴിയുന്നത് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും. തിരിച്ച് പോകുമ്പോ ഞങ്ങളൊരു വീഡിയോ ഇടും. തെറിത്താത്തനെ കൊണ്ടുപോകാൻ ആംബുലൻസ് ഉള്ള എല്ലാ ചെലവും ഞങ്ങളെ വഹിക്കുന്നതാണ്, കറക്റ്റ് സ്ഥലത്ത് എത്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടും. പിന്നെ വന്നത് ഷൈല അസീസ്. ജസ്ന, നീ എന്റെ അനിയത്തി കുട്ടിയാണ്. മോശാട്ടോ പിന്നെ പറയാത്ത. അപ്പൊ ഒരു റീപ്ലേ വന്നത് വേറെ ആരെയും കിട്ടിയില്ലേ നിനക്ക് അനുജത്തിയൊക്കെ. അബ്ദുൾ അസീസ് ഓരോരുത്തർ ഇഷ്ടമാണ്. ഓരോരുത്തർ ആരാ അനിയത്തി ആക്കണം അല്ലെങ്കിൽ ആരാ ആങ്ങളെ ആക്കണം എന്നൊക്കെ ഉള്ളത്. അതിൽ കേറിയിട്ട് സ്വന്തം കാര്യം നോക്കുക, അല്ലാണ്ട് കണ്ടവരെ കാര്യം നോക്കിയിട്ട് എന്തിനാ അസീസ്ക്കാ ബുദ്ധിമുട്ടുന്നത്. പിന്നെ നിങ്ങൾ ഇനിയും കമന്റുകൾ വായിക്കണം. കേരളത്തില് സൽസ്വഭാവികളെ അറിയാം. ഷെഫീന പറഞ്ഞ നല്ല ആളുകൾക്ക് അതായത് നിങ്ങൾ ഇനിയും കമന്റുകൾ വായിക്കണം. ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കാലോ എന്നാണ് ഉദ്ദേശിച്ചത്. ഓരോരോ വ്യക്തിത്വം മനസ്സിലാക്കാലോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഷെഫീന ഉദ്ദേശിച്ചത്. ഷെഫീനക്ക് ഇട്ട കമന്റിന് പകരം ഒരാൾ അയച്ചതല്ല, നിഷാദ് മഹിൻ. ഇനിയും കമന്റ് വായിക്കണം. ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് കമന്റ് വായിക്കണമെന്ന്. കാരണം നമ്മുടെ സൈഡിൽ നിന്ന് എന്താണെന്നുള്ളത് അവർ കൂടി അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ജസ്ന ഹായ്. കാണിച്ചില്ല ആരാന്ന് പറയില്ല. അത് ഇവന്റെ ഫാനാട്ടോ, പറയില്ല. നല്ലൊരാളാട്ടോ. എന്താ വെച്ചാല് നമുക്ക് എന്താ പറയാ, നമുക്കായിട്ടൊരു ഫാനും കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ നമുക്കൊരു ഇതാണ്. അങ്ങനെ 2-3 ആളേ ഉള്ളൂ കേട്ടോ. ഈ 1998 ഉള്ള 2 ആള്. അപ്പോൾ താങ്ക് യു. പറഞ്ഞത് രാഹിബ മോളാണ്. പിന്നെ ജാസിൻ, എന്താ അമ്മിഞ്ഞ പാല് കൊണ്ടൊരു നായാട്ട് നാണം കൊണ്ടൊന്നും മറയ്ക്കണ്ട. എന്താണ് ഉദ്ദേശിച്ചതൊന്നും മനസ്സിലായില്ല. സംഭവം വായിച്ചിട്ട് അവിടെ മനസ്സിലാവില്ല. ഒരു ജാസിൻ 398. ജാസിമേ, ഈ അമ്മിഞ്ഞപ്പാല് എന്ന് പറഞ്ഞിട്ട് നീ ഒരു ആക്കിയിട്ടിട്ടതായിരിക്കാം മേ ബി. എന്റെ പൊന്നു കുഞ്ഞ, ഒരു കാലത്ത് നീ അത് കുടിച്ചിട്ടുണ്ടടാ. അത് കുടിച്ചത് കൊണ്ടാണ് ഇന്ന് നിനക്ക് ഈ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് തലയുയർത്തി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വന്നത് കേട്ടോ ജാസിമോനെ. പിന്നുള്ളത് ചന്ദ്രാജ് 2618, ഒരു ഹാർട്ട് ബീറ്റും പിന്നെ നമസ്കാരം ലൈക്ക് എന്നതൊക്കെയാണ് അതിൽ വന്നത്. ഇനി അതേ സമയം തന്നെ നമ്മൾ ഇന്നലെ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ വീഡിയോന്റെ കമന്റാണ് നമ്മൾ നോക്കുന്നത്. പപ്പ പറഞ്ഞു ഞാൻ മണ്ടനല്ലെന്ന് ആ പരസ്യം. അടുത്ത കമന്റ് നമ്മളെ ഏത് വീഡിയോക്കാന്നറിയോ? കമന്റ്സിന് മറുപടി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ. അതും പറയണം. ഏതാണെന്ന് വായിക്കുമല്ലോ. നേരത്തെ പറഞ്ഞത് മനസ്സിലായിക്കല്ലോ. ഷിഫു വ്ളോഗ്. എന്താ ഫുൾ വൃത്തിയായിട്ട സംസാരം മോനെ. നീയും ഫുൾ വൃത്തിയായിട്ട സംസാരം എന്താക്കാനാ മോനെ? അല്ല, പറഞ്ഞാല് കാര്യമുണ്ട്. കാരണം ഏതൊരാള് കാണുമ്പോഴും, കാരണം നമ്മൾ ഇങ്ങോട്ട് എന്താണോ ചെയ്യുന്നത് അതേ നമ്മൾ അങ്ങോട്ട് ചെയ്യും. ഞാനിപ്പോ ഈ ഷിഫു വ്ളോഗ്, ഷിഫുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. ഷിഫു ചിലപ്പം വീട്ടിൽ കുത്തിരിയായി, ഞാൻ വന്നൊരു ഒറ്റ അടി ഷിഫു അടിച്ചാൻ പാടി നല്ല സുഖം എന്നാണോ പറയാ, തിരിച്ച് തല്ലാണോ ചെയ്യാ. അത്രേ ഉള്ളൂ. കാരണം നമുക്ക് ഇപ്പൊ ഷിഫുവിന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും.
കാരണം നമ്മളെ കയറി ചൊറിയാൻ വന്നാൽ തിരിച്ച് ചൊറിയാനേ പറ്റൂടാ. കാരണം എന്താ വെച്ചാൽ എന്നാലേ അവരൊക്കെ നിൽക്കുള്ളൂ. അതല്ലാണ്ട് നമ്മളെ കേട്ട് കുത്തിരുന്നുണ്ടെങ്കിൽ അവരെന്താക്കും ജീവിതകാലം മുഴുവൻ നമ്മളാ ആ ഒരു രീതിയിൽ തരം താറ്റി അങ്ങനെ കാണും. അപ്പൊ നമ്മൾ എത്രത്തോളം താവുന്ന അത്രത്തോളം ഇവര് തോന്നിയാസം പറഞ്ഞു കൊടുക്കും. നീ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കേട്ട് നോക്കുക. തെരുത്താത്ത പറയുന്നത് എന്തുകൊണ്ടാണ് തെരുത്താത്ത പേര് വന്നതെന്ന് കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഞങ്ങളെ ഫസ്റ്റ് ഇടുന്ന വീഡിയോ നോക്കുക. ഞങ്ങൾ ഏതെങ്കിലും വീഡിയോസിന് ബാഡായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിക്കോ, എവിടുന്ന് തൊട്ടാണ് വൃത്തിയായിട്ട് തുടങ്ങിയതെന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പം മനസ്സിലാവും കേട്ടോ. പിന്നെ ഉള്ളത് ഷിജില ലൂസ് അല്ലൂസ്. ഒരു പണിക്ക് പോടോ, ചുമ്മാ ഇരിക്കാനടാ. പനി പിടിച്ചിട്ട് ഇപ്പോഴും മാറിയിക്കില്ല, റിക്കവറായി വന്നിക്കില്ല. വൈറൽ ഫീവർ ആയിരുന്നു, മേലും കൈ വേദനയും ഒക്കെ ആയിട്ട് ലീവ് എടുത്താണ്. ഇപ്പോൾ ഒരാഴ്ചയായി, ഇപ്പോഴും മര്യാദയ്ക്ക് മാറിയിക്കില്ല. അതുകൊണ്ടാണ് പണിക്ക് പോകാത്ത കേട്ടോ ഷിജില. പിന്നെ എന്താ RVI 373 ഷെഫീനെയും ജസ്നയും കട്ടയ്ക്ക് കട്ടയാണ്. ആരാണ് മലം കൾട്ട് എന്നുള്ളതാണ് എന്താ ഉദ്ദേശം മനസ്സിലായി? മലം കൾട്ട് എന്താണെന്നുള്ളതിന്റെ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു തരൂ കേട്ടോ. എന്താ ഉദ്ദേശം ഒന്ന് പറഞ്ഞു തരണം. പിന്നെ വന്നത് എന്താ ചിഞ്ചിഞ്ച. എല്ലാത്തിനും ഈ ചൈനീസ് ഭാഷകളുണ്ട് കേട്ടോ. അത് ഫുള്ള് ലവ് ഹാർട്ടാട്ടോ, ഹാർട്ടിന്റെ ചിഹ്നമാണ്. പിന്നെ ജിതേഷ്, എനിക്ക് ജസ്ന തൂറുന്നത് ഒറ്റ തവണ ഒന്ന് നേരിട്ട് കാണിച്ചു തരുമോ? അതെന്താ ജിതേഷ്? തീർച്ചയായിട്ടും ജിതേഷ്, ആ ഒരു ആഗ്രഹം ഞാൻ നിനക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഈ ജിതേഷിനോട് വെല്ലുവിളിക്കാണ്. ജിതേഷ് 920 എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ വെല്ലുവിളിക്കുന്നത്, ധൈര്യമുണ്ടെങ്കിൽ ശരിക്കുള്ള ID കൂടിയോ അല്ലെങ്കിൽ ഫോണിൽ കൂടിയോ വിളിച്ചു കഴിഞ്ഞാൽ തൂറുന്നത് കാണിച്ചു തരിക അല്ല ചെയ്യ. അത് തൂറുന്നത് നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം അങ്ങ് സഫലീകരിച്ച് തരും. ഞാൻ തൂറി തേച്ചുകൂടി ആട്ടി തരും. എന്തിനാണ് നിനക്ക് തൂർന്നത് മാത്രം കണ്ടിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? അത് നിന്റെ ഫേസിൽ നല്ല ഒരു മസാജ് ഇട്ടുങ്ങാൻ ഞാൻ ഒരു ഫേഷ്യൽ തന്നെ ചെയ്തു തരും. സെറ്റാണ്, ഞാൻ ഉറപ്പിച്ചോ. ഈ ഒരു ജിതേഷിന്റെ ലിങ്ക് ആണ് കേട്ടോ നമുക്ക് കിട്ടൂട്ടോ. ഗൈസ്, എന്റെ മകൻ ഇത് കേട്ടിട്ട് ചിരിച്ചോണ്ട് വരുന്നുണ്ട്. മറ്റേ നമ്മള് ശരിക്കും മറ്റേ പൊറാട്ടയും പുട്ടൊന്നല്ല കേട്ടോ, തൂർന്നത് കാണണം. അതല്ല, ഞാൻ ആരെയും കുറ്റം പറയല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഫാൻ തന്നെ കേട്ടോ. ഞാൻ എന്താ നാഗ സൈകന്ത്രികയോ അങ്ങാനില്ലേ, ആ ചേച്ചിയുടെ ഒരു ഫാനാണ്. തൂറി എറിയെന്ന് പറഞ്ഞ ആ ചേച്ചി കഴിഞ്ഞാൽ പിന്നെ തൂറി ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ഞാൻ മാത്രമായിരിക്കും. ജിതേഷ് വന്നാൽ മതി, തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തരും. സെറ്റാണ് ജിതേഷ്, വാക്കാണ്. ബിനീഷ് ബാബു, നിന്റെ കൊണാധികാരം കൂടുതൽ പറയണ്ട. കോറങ്ങാട് സ്കൂളിൽ മുകളിലുള്ള ശവപ്പറമ്പിലെ കഥയൊക്കെ നമുക്കറിയാം. നിന്റെ സ്കൂളിൽ പേര് തന്നെ ഷക്കീല ആയിരുന്നോ? നീ കേൾക്കുകയും കേൾക്കാതെയും എന്ന ആൺകുട്ടികൾ അങ്ങനെ തന്നെ ആയിരുന്നു വിളിച്ചിരുന്നത്. നിന്നെ പോലെ വേറെ ഒരുത്തി കൂടി ഉണ്ടായിരുന്നു, അവളുടെ പേര് ഷബ്ന. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഇവിടെ കിടന്ന് കൂടുതൽ കുന്തളിക്കല്ലേ കേട്ടോ. ഈ ബിനീഷ് ബാബുള്ള മറുപടി മോള് കൊടുത്തു. ബിനീഷ് ബാബുവോ, എന്നെ സ്കൂളിൽ വിളിക്കുന്ന പേര് നിനക്ക് ആരോട് വേണമെങ്കിലും അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. നീ പറയുന്ന ഷക്കീല എന്ന് വിളിക്കുന്ന നിന്റെ മമ്മീനെ ആയിരിക്കും. എന്നെ കൺമഷി എന്നായിരുന്നു വിളിക്കാറ്. കാരണം കൺമഷി അതേമാതിരി ഒരു കാര്യമുണ്ട്. അല്ല, ഈ പറഞ്ഞ ഷക്കീല വിളിക്കുന്നത് അന്ന് വിളിക്കലുണ്ട്. മോളിനോട് പറഞ്ഞില്ലേ, ഈ ബിനീഷ് എന്ന് പറഞ്ഞ ബിനീഷ് ബാബുവിന്റെ അമ്മയാണ് അടുത്ത ടീച്ചർ. നല്ലൊരു സാധനമായല്ലേ. അപ്പൊ അതിനെല്ലാരും കുട്ടികളൊക്കെ വിളിക്കല് ഇങ്ങനെയാണോ അല്ലേ? അപ്പൊ ഈ കൺമഷീന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്തൊക്കെ ഞാൻ താഴെ മേതയായിട്ട് നന്നായിട്ട് കണ്ണെഴുതിയിട്ടായും പോകും. ആകെ എന്താ പറയാ, ഓർണമെന്റ്സ് ഒന്നും ഇടൂല. അങ്ങനത്തെ മാല, കമ്മല്, ശവപ്പറമ്പൊന്നും ഉണ്ടായിട്ടായി പറയൂട്ടോ ഗൈസ്. അതെനിക്കറിയില്ല, കാരണം അവിടെ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് കൺമഷി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്. അപ്പൊ തൊട്ടിട്ടുള്ള എൻ്റെ പേരായിരുന്നു കൺമഷി എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളിൽ ആരും ഷബുന എന്ന് പറഞ്ഞ പേരില്ല. ഷെഹന എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷബീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഷബുന എന്ന് പറഞ്ഞ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിയില്ല കേട്ടോ. അയ്യേ, വിനീഷ് ബാബയുടെ ചമ്മി പോയി. എന്താണ് വിനീഷ് ബാബയുടെ ചമ്മി? ഇതൊന്നും പറയണ്ട. സ്വന്തം അമ്മേന്റെ പേര് ഇങ്ങനെ വെളിപ്പെടുത്തണോ? ഇവരൊക്കെ ഒന്നുമില്ലെങ്കിൽ ആ സ്കൂളിൽ പഠിച്ച കുട്ടികളല്ലേ.
ആ സമയത്ത് ഈ പഠിച്ച കാര്യം പറഞ്ഞപ്പോ ഇന്നലെ ഞങ്ങൾ സ്കൂളിലത്തെ ഒരു മാഷ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗോപി മാഷ. എന്നെ പഠിപ്പിച്ചിട്ടില്ല, താത്തമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ പഠിപ്പിച്ച് ഞാൻ വേഗം മാഷ കണ്ട് സംസാരിച്ചു കേട്ടോ. കാരണം അങ്ങനെ നമ്മൾ ചെയ്യണല്ലോ. അന്ന് കുറച്ച് കുസൃതി കൂടുതലാണ്. ഈ വിനീഷ് പറഞ്ഞ ഷക്കീല കുസൃതിയല്ല, അല്ലാത്ത കുറച്ച് കുസൃതി കൂടുതലായി. അതിപ്പോ എല്ലാവർക്കും ഉണ്ടോ? അല്ലാണ്ട് ബിനീഷ് ബാബുവിന്റെ അമ്മ സ്കൂളില് മറ്റേ ഷക്കീലിനെ പോലെ നടക്കുന്ന മാതിരി എല്ലാവരും ഒപ്പം സ്കൂളിലും നടക്കും മക്കളൊക്കെ. നാളെ പറഞ്ഞ് പറയിപ്പിക്കുന്നത്. ബിന്ദു നല്ല സംസ്കാരം ആങ്ങളെയാണ് എന്ന് പറയുന്നു. ഞങ്ങൾ ആരും ആങ്ങളരുടെ കൂടെ ഇരുന്ന് മോശം കാര്യങ്ങൾ പറയില്ല. ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാല് ബിന്ദു ചേച്ചി, ഈ ബിന്ദു ചേച്ചി ഇത് തുനിഞ്ഞിറങ്ങി എല്ലാത്തിലും ബിന്ദു ചേച്ചിന്റെ കമന്റ് ഉണ്ടാവും. ബിന്ദു ചേച്ചിക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ വീഡിയോ ഇടടി. ബിന്ദു വീഡിയോ ഇട്ടാ നമ്മള് വരാം. ചങ്കൂരുണ്ടെങ്കിൽ വീഡിയോ ഇട്. അല്ലാണ്ട് ബിന്ദുവിനുള്ള മറുപടി ഞാൻ കൊടുക്കാം. ഇതുവരെ ബിന്ദു ചേച്ചി എന്ന് വിളിച്ചു. എടി ബിന്ദു, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നാൽ വേണ്ട, നീ ബസ് കയറി. ആകെ 4 സബ്സ്ക്രൈബർ. അടക്കടക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. ബിന്ദു, നീ ബസ് കയറി, നിന്റെ കുണ്ടിക്ക് ഒരാൾ ഞോണ്ടി, നീ എന്താ ബിന്ദു ചെയ്യാ? നീ നിന്റെ ആങ്ങളമാരോട് പറയോ അല്ലെങ്കിൽ നീ അത് രഹസ്യമായിട്ട് വെക്കുവോ? ആങ്ങള ഉണ്ടെങ്കിൽ മേ ബി എല്ലാവരും ചെയ്യുന്നൊരു കാര്യം ആങ്ങളമാരോട് പറയുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ആങ്ങളനോട് പറയുക മാത്രമല്ല, ആങ്ങളെൻ്റെ കൂടെ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇവൻ കാമുകനോ ആങ്ങളെയോ സ്റ്റെപ്പിനെയോ ആരോ ആയിക്കോട്ടെ, എങ്കിൽ പോലും ഞാൻ പബ്ലിക്കിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒളിച്ചും പാത്തും ചെയ്യുന്നില്ല. അപ്പം ഞങ്ങളിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ഞങ്ങളത് മറച്ചു വെക്കാനാണ് ശ്രമിക്കുക. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഞങ്ങളത് തുറന്ന് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇവനും എനിക്കും എന്താണോ പറയാനുള്ളത് അത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞും തരുന്നുണ്ട്. ഓക്കെ കേട്ടോ? പിന്നെ ഉള്ളത് ഒരു രജില ജസ്ന സലീമിന് കട്ട സപ്പോർട്ട്. താങ്ക് യു. പിന്നെ അവര് എന്താ മുംതാസ് അലിം, ഈ തെറിച്ച ഫിജോയുടെ മോളെയും എയ്ഡ്സ് ആണെന്ന് പറയുന്ന അത് നിങ്ങളൊന്നും കേട്ടില്ലേ? ഈ തെറിച്ചിക്ക് എന്ത് പറയാം മറ്റുള്ളവർ പറയുമ്പോഴാണ് കുഴപ്പം. ഉദ്ദേശം മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഈ ഫിജോ ജോസഫ് എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ മകൾക്കും ഫിജോ ജോസഫിനും എയ്ഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഈ തെറിത്താത്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു വിഷയമല്ലേ? ആ തെറിത്താത്തയുടെ മക്കള് ഓട്ടിസം ബാധിച്ച പോലെയുള്ള 2 മക്കളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നമായത്. ആ പിള്ളേരെ കണ്ട അങ്ങനെ തന്നെ പറയും. അത് പിള്ളേരെന്ന് പറയാൻ പറ്റൂല, 10-30 വയസ്സായ ചെക്കന്മാരെന്ന് പറയണം. അതേപോലെ എനിക്ക് HIV ആണെന്ന് പറഞ്ഞിട്ട്, എനിക്ക് HIV ആണോ എന്ന് അറിയാൻ ഓളെ വാപ്പ ഒരിക്കൽ വന്ന് എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നാണ് ഓള് പറയുന്നത്. അങ്ങനെയാണോ ഓളെ വാപ്പ മരിച്ചത്? അതൊക്കെയാണ് ഓള് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന ഓളോട് പിന്നെ നമ്മൾ മറുപടി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. പിന്നെ ഷാനവാസേട്ടൻ വീണ്ടും വന്നു. ഷാനവാസൻ കഴിഞ്ഞ കമന്റിലൊക്കെ വന്നു കിട്ടോ. ഈ ഷാനവാസൻ പറഞ്ഞ 2 നായ്ക്കൾ ഇവ ചേരുമ്പോൾ ഒട്ടിപ്പിടിക്കും, അതുപോലെയുണ്ട് 2 പേരെയും കാണുമ്പോൾ. അത് ഷാനവാസേ, നീ നിന്റെ ഉമ്മയും വാപ്പയും ഇരിക്കുമ്പോൾ നിനക്ക് അങ്ങനെ ഒരു ഫീല് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളെയാണോ അല്ലെങ്കിൽ ഓളെയും ജിസ്മോളാണോ അറിയട്ടെ. എന്തായാലും ഞങ്ങൾ മറുപടി പറഞ്ഞേക്കേ. പിന്നെ നിസാർ സൂപ്പർ ഉമ്മർ, ജനം കൂടുതൽ നിങ്ങളെ വിലയിരുത്തുന്നു. ആരാണ് വെടിപ്പുര എന്ന് നിങ്ങൾ തന്നെ ജനത്തിന് ബോധ്യമാക്കി കൊടുത്താൽ ഭർത്താവ് ഉപേക്ഷിച്ച എന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുമാണ് നിങ്ങൾ. ആയിക്കോട്ടെ, അത് വിരോധമല്ല. കൂടുതൽ ശത്രുക്കൾ ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കാരണം ആ സ്ത്രീ എന്നെ വിറ്റിട്ടും പലരുടെയും മക്കളെ വിറ്റിട്ടുമാണ് ജീവിക്കുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ജാമിദ ടീച്ചർ, അവരുടെ ഔദാര്യത്തിലാണ് ഈ സ്ത്രീ ജീവിക്കുന്നത്. അവരുടെ കണ്ടന്റ് എടുത്തെങ്ങാന് ഇവര് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കുറെ തെറി വിളിച്ച് അതിന്ന് വ്യൂവേഴ്സ് ഉണ്ടാക്കിയിട്ടാണ് ഈ സ്ത്രീ തെറിത്താത്ത ജീവിക്കുന്നത്. പിന്നെ വന്നതെന്ന് പറഞ്ഞാല് വൃത്തികെട്ട സംസാരം അരുണിന്. നീ പോടാ അല്ലെ, നിങ്ങളൊക്കെ നല്ല സംസാരിക്കല്. പിന്നെ ഒരു കമന്റിന്റെ റീപ്ലൈ നോക്കിയിട്ട് വരില്ലല്ലോ. ബിന്ദു കൃഷ്ണ, വെടിപ്പുര ബീവി, ഇതിലും നല്ല പേര് സ്വപ്നങ്ങളിൽ മാത്രം. ഇവന്റെ സ്വന്തം ഇതാട്ടോ. പിന്നെ സുറുമി സക്കീർ, എൻ്റെ പൊന്നോ ജസ്ന സഹോദരി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നീ ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാൽ അതിന്
നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിന്റെ കൂടെയുള്ളവരാരും നിനക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവരൊരു പെണ്ണും ഫാമിലിയും ആകുമ്പോൾ അവനവൻ ഫാമിലി നോക്കി പോകും. നിനക്ക് നീയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം നീ നിന്റെ ലൈഫ് കോൺസെൻട്രേറ്റ് ചെയ്യൂ. സ്നേഹം കൊണ്ട് പറയുന്നതാ എൻ്റെ സഹോദരി. അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന വർത്തമാനത്തിലും ബോഡി ലാംഗ്വേജിലും ഉണ്ട്. അവൻ നിന്നെ ഒഴിവാക്കും, ഓർത്ത് വെച്ചോളൂ. അത് നിന്നെയാ ഉദ്ദേശിച്ചത്. ഈ സഹോദരിന്റെ പേരെന്താ? സുറുമി എന്ന് പറയുന്ന സഹോദരിന്റെ അടുത്ത് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ. സുറുമി ഉദ്ദേശിച്ചത് അരുണിനെയാണ്. അരുണിന്റെ കാര്യവും കൂടി നോക്കാതെ എൻ്റെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചൂടെ എന്നാണ് സുറുമി ചോദിച്ചത്. സുറുമി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സുറുമി, അവന് ജലദോഷമാണ്, അതാണ് ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാതെ പോകുന്നത്. അതെ, ഇന്നുണ്ടല്ലോ ഈ ലോകത്ത് നിന്നിട്ട് എനിക്ക് ഗഡ്സോടെ കൂടെ പറയാൻ പറ്റൂല ഇതെൻ്റെ ജീവിതമാണ് എന്നുള്ളത്. കാരണം ഞാൻ 2 പ്രാവശ്യം മരണത്തിന് കീഴടങ്ങാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. 2 പ്രാവശ്യം. ഒന്നിതാ നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. ഒന്നിതാ കൈയിൻ്റെ വെയിൻ പൊട്ടിച്ചതാണ് ഞാൻ. രണ്ടാമത്തേത് ഈ അടുത്ത കാലത്ത് ഒരു മെഡിസിൻ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലായതും. അപ്പം നിനക്ക് ഇവൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഇവനൊരു ഫാമിലി ആവുമ്പോൾ ഇവൻ എന്നെ വിട്ടു പോവുകയാണെങ്കിൽ പോലും ഇപ്പം നിലവിൽ ഞാൻ നിൽക്കുന്നത് ഇവൻ്റെ ഔദാര്യം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അന്ന് വെയിൻ പൊട്ടിയ സമയത്ത് എന്നെ എങ്ങനെയാ ഇവൻ രക്ഷിച്ചെടുത്തത് എന്നുള്ളത് ഇവനും ദൈവം തമ്പുരാനെ ഒരാളുണ്ട്, നന്ദു. ഞാൻ ചട്ടിന്ന് വിളിക്കുക, ശരിക്കുള്ള പേര് അഭിജിത്ത് എന്നാണ്, വേളൂരാണ്. നന്ദു നല്ല കഷ്ടപ്പെട്ടിക്ക്. നന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യന്. അന്നൊരു നല്ലൊരു മഴയുള്ള സമയം, മഴയത്ത് മക്കളെ നമ്മള് സിനിമയിലൊക്കെ കാണുന്ന ഒരു സീനുണ്ട്. കാരണം അങ്ങനെയല്ല കേട്ടോ, വലുതാക്കി പറയുന്നില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ കൈ മുറിച്ച് വായിലൊക്കെ തള്ളി പൊറിച്ച് വന്ന് അകത്ത് കയറി ഓനെ വിളിച്ചു. പാവോ വേളൂരിന്ന് മഴ കൊണ്ട് വന്നതാ പാവോ. കവറൊക്കെ ഫോണിലിട്ടിട്ട് കീശയിലിട്ടിട്ട് അവൻ ഇവിടുന്ന് പോയി. ഓന് ഡോക്ടറാട്ടോ, ഡോക്ടർ പഠിക്കാം. അപ്പോൾ കൊയിലാണ്ടി പോയി, കൊയിലാണ്ടി സാധനമൊക്കെ വാങ്ങി വരുന്ന വഴിക്ക് മുട്ടിനെത്ര വരെ വെള്ളാ. വരുന്ന വഴിക്ക് ഞാനും ഓനും ബൈക്കിന്റെ മുകളിൽ നിന്ന് വെള്ളത്തിൽ വീണു ദാക്കിയൊക്കെ വന്ന് ഓൺലൈൻ കൊണ്ട് രക്ഷപ്പെട്ടത് കേട്ടോ. എനിക്ക് മാത്രം സ്വന്തമായിട്ട് ഒരു ക്രെഡിറ്റും ഇല്ല. കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രിപ്പ് ഇട്ട് BP കുറഞ്ഞു പോവാൻ ചാൻസ് ഉണ്ടെന്ന് നന്ദു പറഞ്ഞിട്ട് ഒരു രാത്രി മുഴുവനോ ഉറക്കം എനിക്ക് കാവല് കുത്തിരിഞ്ഞ്. അതൊരു ദിവസം. അതേപോലെ രണ്ടാമത് ഇപ്പം നീ പറഞ്ഞല്ലോ നമുക്കൊരു ആപത്ത് ഘട്ടത്തിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. സത്യമാണ്. എനിക്ക് ചുറ്റിലുള്ള പലരും എനിക്ക് ആപത്ത് ഘട്ടത്തിൽ എൻ്റെ ചുറ്റിലും വന്ന് നിൽക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഞാൻ ആത്മഹത്യാ ശ്രമം നടത്തിയ സമയത്ത് ഞാൻ വിചാരിച്ച ഒരു മനുഷ്യനും എൻ്റെ ചുറ്റിലും വന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ, എൻ്റെ കണ്ണാപ്പു, ഓടി വന്ന് എൻ്റെ മൂത്ത സഹോദരിയും ഭർത്താവും കണ്ണാപ്പു എത്തിയതിന് ശേഷം കേട്ടോ എത്തിയത്. കണ്ണാപ്പു എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു എന്നേ പറയാൻ ഞങ്ങൾക്കിപ്പോൾ പറ്റുള്ളൂ. അങ്ങനെ കണ്ണാപ്പൂൻ്റെ അച്ഛന് അവൻ്റെ ഫാമിലി ഒന്നാടങ്കെന്ന് വെച്ചാൽ അച്ഛൻ്റെ കമ്പനിക്കാർ എല്ലാവരും MMC നിറയെ ഉണ്ട്. അപ്പം ഈ മൂക്കിലൊക്കെ പമ്പിട്ട് വയറൊക്കെ മോറി കഴിഞ്ഞ് ക്ഷീണത്തിൽ നിന്നപ്പം ഹോസ്പിറ്റലിൽ ബേബി മെമ്മോറിയലിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഈ മൂക്കിൽ പമ്പിട്ടാൽ വൊമിറ്റിങ് വരും. അപ്പോൾ വൊമിറ്റിങ് വരുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കാനിക്കുമ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ബലം കൊടുത്താൽ ഒരു ധൈര്യമാണല്ലോ. ഈ ബലം കൊടുക്കാൻ ഞാൻ എവിടെ ഇങ്ങനെ തപ്പുക ചെയ്യുന്നത്, എവിടെ അവരിങ്ങനെ കിടത്തി, കാരണം ആംബുലൻസ് ഒന്നും അവിടെ അന്നപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ കിടത്തിയിട്ട് കൊണ്ടുപോകാൻ ഞാൻ ഇങ്ങനെ തപ്പുക എവിടെ നിന്ന് കിട്ടുമെന്ന്. അന്നപ്പോഴേക്ക് കണ്ണാപ്പൂൻ്റെ കൈ ഇങ്ങനെ മുറുക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ഞങ്ങളോട് ചെയ്ത ചതി എന്താണെന്നറിയോ? അവൻ ഞങ്ങളെ വിട്ടിട്ട് പോയി കഴിഞ്ഞ്. ഇന്ന് കണ്ണാപ്പൂ എന്ന് പറയുന്നൊരു വ്യക്തി ലോകത്ത് ഇല്ല. അവിടുന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ആള് പോയി. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സത്യം, നമുക്ക് നമ്മുടെ ആപത്ത് ഘട്ടത്തിൽ ആരാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ വാപ്പയും എൻ്റെ സഹോദരിയും ഒക്കെ ഇവൻ വന്നതിന് ശേഷമാണ് വന്നത്. പിന്നെ അതേപോലെ അരുൺ എന്നിട്ടേച്ച് പോകുന്ന എനിക്കൊരു പേടിയുമില്ല. കാരണം അരുണിൻ്റെ ഔദാര്യമാണ് ഇന്നെൻ്റെ ജീവിതം. 2 പ്രാവശ്യം എന്നെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുപോകുന്നത് ഇവനാണ്.
അവിടുന്ന് പിന്നെ അവൻ ഇട്ടേച്ച് പോവുക വെച്ചാൽ ഞാൻ കുറ്റം പറയാനോ ഇതാക്കാനോ പറ്റൂല. നമുക്ക് എത്ര കാലം ഒരു മനുഷ്യനെ പിടിച്ച് ഇവൻ പറയുന്നത് സത്യമാണ്. ഇവനൊരു ഫാമിലി ആവുമ്പം ഇവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ പൊക്കോട്ടെ, നമ്മൾ ഒരു കിളിനെ കൂട്ടിലിട്ട് വെക്കാൻ പറ്റൂല. പക്ഷെ അതുവരെ അവനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സേഫാണ്. പിന്നെ അപ്പോൾ നെക്സ്റ്റ് കൊടുത്തത് കുറവാ, ജസ്റ്റ് നെക്സ്റ്റ് ടൈം ഹാർട്ട്. മനസ്സിലായി എന്താണ് തെരിത്താത്തക്ക് കൊടുത്തത് കുറവാണ്. നിസാർ അഹമ്മദ്, കണ്ണന്റെ ഭക്തന്മാർ നല്ല തെറികൾ. കണ്ണന്റെ ഭക്തരായതുകൊണ്ട് തെറി വിളിക്കാൻ പാടില്ല എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ നിസാർക്ക. റാഹിബ മോൾ, മതം ഏതായാലും എന്താ, മനുഷ്യൻ നന്നായാൽ മാത്രം മതി. ഗുഡ്. പിന്നെ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടം വീഡിയോസ്. പിന്നെ നിങ്ങളോടും. റാഹിബ മോൾ, താങ്ക് യു. റഹീം ആലും, ഒരിക്കലും ഒരു പെങ്ങളായി നീ ഇവളെ കാണുന്നടുക്കി ഒരിക്കലും ഇങ്ങനെയൊന്നും അവളുടെ മുന്നിൽ വെച്ച് കമന്റിന് മറുപടി കൊടുക്കൂലടാ. ഓ മോന്റെ പെങ്ങളായിട്ട് പോയ സമയത്ത് മേ ബി ഞാൻ വന്നോളെ തോരസം വിളിച്ച ഇനി ഓളെ മുമ്പ് നിന്നെ ഒന്നും പറയൂലല്ലേ. അസ്സൊരു മോനായി. എന്താ വിവരമില്ലാണ്ട് ഓരോന്ന് പറയുന്നത്. ഞാൻ പ്രതികരിക്കും. എൻ്റെ പെങ്ങളായാലും അമ്മയാണെങ്കിലും ഇനി പിന്നെ കമ്പനിക്കാരുടെ പെങ്ങളെ പറ്റി ആരെയും പറഞ്ഞാൽ ഞാൻ അടുത്തുണ്ട്, ഞാൻ പ്രതികരിക്കും. നിങ്ങെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതിന് ഡാഡിക്ക് പറക്കണം. പിന്നെ പറഞ്ഞാല് പോയി ജോലി ചെയ്ത് ജീവിക്കടി അപരാധി. ഞാൻ നല്ല അസലൊരു ജോലി ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അപരാധി. കഷ്ടം വെറുപ്പ് മാത്രം. ഓക്കെ. അല്ല ഈ അരുണേട്ടൻ ജോലി ഒന്നും ഇല്ലേ, എപ്പോഴും ഇവിടെ കൂടെ ആണോ? അല്ലടാ, ഞാനിപ്പോ ഒരാഴ്ച ലീവ് ആക്കിയതാ. അരുണേട്ടൻ പിന്നെ എന്റെ വീട്ടിൽ തന്നെയാണ് കേട്ടാ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും പിന്നാന്ന് പറഞ്ഞാല് നിക്കുന്നത് പോലെ തോന്നുന്നത്. ജലദോഷം പിടിച്ചിട്ടേ. പിന്നെ വന്നത് എന്തുവാടെ പോയി വളരെ മോശമായി സംസാരിക്കുന്ന അവസ്ഥയിലെത്തിയല്ലോ നിങ്ങൾ. ഇത്രയും വൃത്തികെട്ട മനസ്സോടെ ജീവിക്കുന്നു നിങ്ങൾ. കൃഷ്ണനെ വരച്ചാൽ ആ കൃഷ്ണന് എന്ത് വിലയുണ്ട്? പറഞ്ഞ കൃഷ്ണന് നല്ല വില ഉണ്ട് നമുക്ക് മനസ്സിലാക്കി. പിന്നെ കൃഷ്ണൻ എത്രത്തോളം നമ്മൾ നോക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കില്ല. ഒരു 2-3 മാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നത്. പിന്നെന്ന് വെച്ചാല് ദൈവം ഒന്നേയുള്ളൂ. പല അമ്പലത്തിലും ഷർട്ടിട്ട് കയറാൻ പറ്റുന്ന അമ്പലം, ഷർട്ട് ഊരി കയറാൻ പറ്റുന്ന അമ്പലം. ഷർട്ടിട്ട് അമ്പലത്തിൽ ഏത് അമ്പലത്തിലാണ് കയറാൻ പറ്റും? മുത്തപ്പക്കാലൊക്കെ കയറാം. പിന്നെ ഒരു അമ്പലത്തിലൊക്കെ ഷർട്ടിട്ട് കയറുന്ന അമ്പലമുണ്ട്. വെള്ളടിച്ച അമ്പലത്തിൽ കയറാം. മുത്തപ്പങ്കാവില് മാത്രമല്ല, ഒരു കൊടുക്കലൂർ ഭരണിക്ക് വെള്ളം അടിച്ചിട്ട് അമ്പലത്തിൽ നിൽക്കാം. എന്റെ വലിയൊരു ആഗ്രഹമാണ് ഗൈസ് മുത്തപ്പങ്കാവ് പോകണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ തെറി വിളിച്ചത് കൊണ്ട് ദൈവം ആരുടെ ഭാഗത്താണോ ന്യായം, അത് തെറിയുടെ ഭാഗത്താണെങ്കിലും കണ്ണൻ അല്ല ദൈവങ്ങൾ അവിടെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കമന്റ് വരുന്നത്. അപ്പൊ ഇനിയും കമന്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കും. അപ്പൊ ഞാൻ ഒറ്റ ദിവസം കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിന്റെ കമന്റ്സ് മാത്രമാണ് വായിച്ചത്. അപ്പൊ ഈ വീഡിയോൻ്റെത് നാളെയാണ് വായിക്കുക. അപ്പൊ നിങ്ങൾ കഴിയുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അപ്പം തന്നെ അത് കമൻ്റായിട്ട് ഇട്ടാൽ മാത്രമേ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള മറുപടി കിട്ടുള്ളൂ. വീഡിയോ വായിച്ചത് പിന്നെയും നമ്മൾ വായിക്കൂല. അതുകൊണ്ട് ഇന്നത്തേത് 24 hours മാത്രമേ നിങ്ങൾക്ക് കമൻ്റ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാം കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. പിന്നെ ഗൈസ് വേറൊരു കാര്യം, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ വിവാദമായിട്ടുള്ള ഒരു ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. നമ്മുടെ ഒലീവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ പേജിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങളൊക്കെ കേട്ടിക്കല്ല അതെന്തോ വിവാദമായി നിൽക്കുന്നത്. വിവാദം എന്താണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഡ്രസ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിനെത്രയും 499 399 രൂപ എങ്ങാനും കൊടുത്ത് മേടിച്ചതാണ്. നല്ല വെർത്തായിരുന്നു. പിന്നെ ഇവിടെ വരെ ഇപ്പം നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇവിടുന്ന് താഴോട്ട് നന്നായിട്ട് പെയിൻ്റ് ആട്ടോ. ഞാൻ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സാണിത്. അപ്പോൾ ഒലിവിയനെ കുറിച്ച് ആർക്കോ മോശമായിട്ട് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ മുൻകോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ പേജിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് കുറച്ച് പാളിച്ചകൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് പാളിച്ചകൾ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനും ഒരു ബിസിനസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ ഇത് നമുക്ക് 399 രൂപയ്ക്ക് നല്ല വെർത്താണ്. ആവും പെട്ടെന്ന് ഈസി എന്നല്ല 2 days or 3 days അങ്ങാനും കൊണ്ട് ഡെലിവറി ചെയ്യുന്നതുമാണ്.
അപ്പോൾ ഇത് മുൻകൂട്ടി മറ്റേ ഒലിവിയുടെ പരസ്യവും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഒരാളെ വെറുതെ ഒരു കാരണവും അറിയാതെ അല്ല ഒരു കാര്യവും ഇല്ലാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അന്നും ആ ഒലിവിനെ കുറിച്ച് എന്നെ പറഞ്ഞതുപോലും കുറേ ആൾക്കാർ അവരെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കമൻറ്റിന് നമുക്ക് എന്താണ് മറുപടി കൊടുക്കാനുള്ളത് എന്നുള്ളത് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ നിലവാരം കുറഞ്ഞ് സംസാരിക്കുന്നതല്ല കേട്ടോ. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയായതുകൊണ്ട് തിരിച്ച് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കമൻറ്റുമായിട്ട് കാണാം. ബൈ ബൈ.